ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള, നല്ല ഉരുണ്ടിരിക്കുന്ന നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ഈസ്റ്റും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈസ്റ്റ് ചേർക്കുന്ന കാരണം നമുക്കൊരു ചെറു ചൂടുവെള്ളമാണ് വേണ്ടത്. എന്നാലേ ഉള്ളൂ ഈസ്റ്റ് നമുക്ക് ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഒരു ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സ് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. നല്ല ഈസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പഴംപൊരിക്ക് വേണ്ട കായ ഞാനിത് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടി കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുക്കി പൊരിക്കാം. മണിക്കൂറിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഓരോന്നായിട്ട് എടുത്ത് മാവിൽ മുക്കി എണ്ണയിൽ വറുത്ത് കോരാം. ഇടും തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബാക്കിയുള്ള എല്ലാ കായും ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.